CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ചില പ്രസ്താവനകളുണ്ട്, ചില പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സുധാകരന്റെ പേരാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജി സുധാകരനെ പരിഗണിക്കില്ല, എന്ത് വന്നാലും പരിഗണിക്കില്ല, ആലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ മത്സരിപ്പിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM ഒന്നുകിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തിപരമായ ഒരു വിദ്വേഷം രാഷ്ട്രീയത്തിൽ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും സുധാകരൻ മത്സരിക്കില്ല, പകരം തോമസ് ഐസക് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും സജീവമായി തന്നെ വരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ സംസാരിച്ചാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. സുധാകരന്റെ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളത്? അതെ, പാർട്ടി ഒതുക്കുന്ന ഒരു രീതി. കാരണം മത്സര രംഗത്തേക്ക് വരണ്ട, അല്ലെങ്കിൽ പാർട്ടിയാണ് അതീതമായി തീരുമാനങ്ങൾ എടുക്കുന്നത്, പാർട്ടി തീരുമാനിക്കുന്നു നിങ്ങൾ മത്സരിക്കേണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ മാസ്റ്ററിന് സുധാകരനോട് വളരെയധികം സ്നേഹമാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞത്. കാരണം തോൽവി ഉറപ്പായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. കാരണം ഓപ്പോസിറ്റ് സ്ഥാനത്തേക്ക് തോമസ് ഐസക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുൻ ധനകാര്യമന്ത്രിയാണ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തോമസ് ഐസക് എന്ന് പറയുന്നത് ഒരു മികച്ച ധനകാര്യമന്ത്രിയൊന്നും ആയിരുന്നില്ല. അപ്പോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ, പക്ഷേ ഇന്നത്തെ ധനകാര്യമന്ത്രിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പടി മുകളിലായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ സ്ഥാനം. കാരണം കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലിരിക്കുന്ന ഓരോ മന്ത്രിമാരെയും വെച്ചുകൊണ്ട് ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആദ്യ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെ കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ആരോഗ്യ മേഖലയിലായാലും ഈ പറയുന്നത് പോലെ ധനകാര്യ മേഖലയിലായാലും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഓരോ ഫ്ലോപ്പുകളും അല്ലെങ്കിൽ ഓരോ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോഴും ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ആലപ്പുഴ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ ഭരണപക്ഷവുമായി ചേർന്ന് നിന്നിരുന്നൊരു ജില്ല തന്നെയാണ്. പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ CPM ആണെങ്കിലും അല്ലെങ്കിൽ CPI ആണെങ്കിൽ പോലും ഈ ഘടക കക്ഷികൾക്കെല്ലാം അത്യാവശ്യം ചേർത്ത് നിന്നിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ അടുത്തിടയ്ക്കൊക്കെ ഒരുപാട് ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഗ്രാമങ്ങളായിരുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് ഉറപ്പുണ്ടായിരുന്ന വോട്ടുകളൊക്കെ BJPയിലേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ആലപ്പുഴയിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ പോലും, പക്ഷേ ഈ പറയുന്ന ലോക്സഭയാണെങ്കിലും തദ്ദേശമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് തന്നെയാണ്. അതിനകത്തിൽ തന്നെ CPM കിട്ടേണ്ട വോട്ടുകൾ BJPയിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു സംശയം നിഴലിക്കുന്നത്. കാരണം കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ ഭയം ഉണ്ടാവില്ല. കാരണം പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ തിരിച്ച് CPMയിലേക്ക് വരും എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട്. പക്ഷേ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നത്. അപ്പൊ രണ്ടാം സ്ഥാനത്ത് ആരിഫിനേക്കാളും വോട്ടുകൾ ശോഭയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആരിഫിന് കിട്ടേണ്ടിയിരുന്ന കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ മുഴുവൻ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കായംകുളം സീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കായംകുളത്തുണ്ടായിരുന്ന വോട്ടുകൾ, കായംകുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിസ്റ്റിന് ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത്രയധികം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ വോട്ടുകളൊക്കെ BJPയിലേക്ക് പോയി. അപ്പോൾ ഈ പോയ വോട്ടുകളൊന്നും കോൺഗ്രസിൽ നിന്നല്ല പോയിട്ടുള്ളത്. അപ്പോൾ CPMൽ നിന്നാണ് ഈ പറയുന്ന വോട്ടുകളെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ തട്ടക വോട്ടുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആലപ്പുഴയിൽ അത്രയധികം കോൺഫിഡൻസ് ഇല്ല. അതേപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഈ പറയുന്ന ഈ പ്രസ് മീറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ പിണറായി വിജയൻ സഖാവിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു വശത്തുനിന്ന് പറയുകയാണ്, ധർമ്മടത്ത് പിണറായി വിജയൻ സഖാവ് ഉണ്ടാവില്ല, ഞാനും പിണറായി വിജയനും അതേപോലെ തന്നെ ഈ പറയുന്ന സുധാകരൻ രംഗത്തേക്കില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ മച്ചമ്പിമാരെല്ലാം കൂടെ ഗാലറിയിൽ ഇരുന്ന് കളി കാണും, എന്നിട്ട് ഞങ്ങളുടെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ എല്ലായിടത്തും മത്സരിപ്പിക്കുന്നുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ പക്ഷേ അതിനിപ്പോൾ പിണറായി വിജയൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മത്സരരംഗത്തൊന്നും മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ പലരും പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം മത്സരരംഗത്തുനിന്ന് മാറി നിന്നാൽ ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുമെന്ന്. അതൊരു പക്ഷേ ട്രോളുകളായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കൊണ്ടോ ആണെങ്കിൽ പോലും അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം കുടുംബപരമായി എല്ലാവർക്കും, ഈ പറയുന്ന ഭാര്യ ഒഴികെ ബാക്കി എല്ലാവർക്കും ED നോട്ടീസ് അയക്കുന്നു. അധികാരത്തിന്റെ ബലം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും
ബാധിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പക്ഷെ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്ത് നിന്നും മാറാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ വിജയിക്കാം, തോൽക്കാം. ഇപ്പോൾ 50-50 ചാൻസ് ആണ് ധർമ്മടത്ത് CPM-നുള്ളത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ പോലും മത്സരിക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ചിത്തരഞ്ജന്റെ പേര് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ CPM-ന്റെ നല്ല രീതിയിൽ PR-കൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇത്തരം നേതാക്കളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന രീതിയിൽ. കാരണം നിലവിലുള്ള ആൾക്കാരെ പൊളിച്ചു പണിയുക എന്നുള്ളൊരു രീതി ആയിരിക്കാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതൃത്വ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ രണ്ട് തരം ഇരട്ട നിലപാടുകളാണ്. ചിലയിടത്ത് പറയുന്നു ആവർത്തനപരമായി ഞങ്ങൾ അവരെ നിർത്താത്തതാണ്, ചിലയിടത്ത് പറയുന്നു വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിർത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങളുടെ പകുതി MLA-മാരും ഈ പറയുന്ന മന്ത്രിമാരും ഒന്നും വീണ്ടും മത്സരിക്കാനുള്ള അല്ലെങ്കിൽ വിജയ സാധ്യത ഇല്ലാത്തവരായി തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ചിലയിടത്താണെങ്കിൽ സീറ്റുകൾക്ക് തമ്മിൽ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. ആരാണ് അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്? അത് ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നുണ്ട്. എല്ലായിടത്തും ഈ പറയുന്ന സീറ്റ് നിർണയം നടന്നിട്ടില്ല, വീണ്ടും യോഗങ്ങൾ ചേരേണ്ടതുണ്ട്. ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരാഴ്ചക്കകം ഉണ്ടാകും. കാരണം ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഈ പറയുന്ന ഈ ജയ സാധ്യത അനുസരിച്ച് അതേപോലെ തന്നെ പാർട്ടിയുടെ എല്ലാം ഈ പറയുന്ന തീരുമാനവും എല്ലാവർക്കും യോജിച്ച അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു രീതി തന്നെയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് കണ്ടതുപോലൊക്കെ തന്നെ എത്ര മുതിർന്ന നേതാവിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല എങ്കിൽ വോട്ടുകൾ അടുത്ത ബാക്കിയുള്ള കക്ഷി രാഷ്ട്രീയ അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതി ആയിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ തന്നെ വോട്ടുകൾ ഇവരുടെ പ്രവർത്തനക്ഷമത കൊണ്ട് BJP-യിലേക്ക് വോട്ട് പോകുന്ന ഒരു രീതി, അതാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യോഗങ്ങൾ ചേരുന്നതും എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുക. അതിന്റെ അകത്ത് തന്നെ യാതൊരുവിധ അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ ഇരട്ട നിലപാടെന്ന് ഞാൻ പറയാൻ കാരണം കണ്ണൂരിലൊക്കെ നിലപാട് നമ്മൾ കണ്ടതാണ്. പാർട്ടി രണ്ട് ചേരിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ല, ഇവിടെ ഇപ്പോ അതിനെ പറഞ്ഞതുപോലെ കണ്ണൂരിലായാലും അല്ലെങ്കിൽ ആലപ്പുഴയിലായാലും ഈ പല പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി പ്രദേശങ്ങളിൽ പാർട്ടി അത്രത്തോളം കോട്ടകളായി കൊണ്ടെടുക്കുന്നിടങ്ങളിൽ കുറെ നേതാക്കന്മാരെ പാർട്ടി തന്നെ മാറ്റി നിർത്തുന്നുണ്ട്. അതിപ്പോൾ ജി സുധാകരൻ മാത്രമല്ല എത്രയോ നേതാക്കന്മാരെ അങ്ങനെ മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരുന്ന അവരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കൂട്ടം CPM പ്രവർത്തകരുണ്ട്. അവർ കൂടി രംഗത്തേക്ക് ഇറങ്ങാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അതും തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ CPM-ന് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായും. അതേപോലെ തന്നെ ശൈലജ ടീച്ചർ ആയിരിക്കും അതിനൊരു മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് മാറ്റി നിർത്തിയത് ലോക്സഭയിലേക്കാണ് കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു പമ്പര വിഡിത്തമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വടകരയിൽ അവരുടെ സാധ്യത ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്ന സാധ്യത അത് അവരുടെ ഒരു മണ്ടത്തരം തന്നെയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ, കാരണം കേരളത്തിൽ ആവശ്യമുള്ള ഒരാളെ പിടിച്ച് പാർലമെന്റിലേക്ക് അയക്കാം എന്ന് പറയുന്ന ഒരു കാര്യം എന്തിനാണെന്നുള്ളത് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ അവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയും അവർ വളരെ മികച്ച ഒരു ആരോഗ്യമന്ത്രി എന്ന് നമുക്ക് അവരെ വിളിക്കാൻ പറ്റില്ല. പക്ഷെ തമ്മിൽ ഭേദം ഇപ്പോഴത്തതിനെക്കാട്ടിലും കുറച്ച് ഭേദം എന്ന് നമുക്ക് ശൈലജ ടീച്ചറിനെ വിളിച്ചേ മതിയാകൂ. അതേപോലെ തന്നെ ശ്രീമതി ടീച്ചർ, പിന്നീട് ഉള്ളത് ബിന്ദു ഒന്നും ഈ പറയുന്ന മത്സര രംഗത്തെ ഇല്ല എന്നുള്ള രീതികളിലൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. കാരണം അത്രത്തോളം ഒരു പ്രീതിയൊന്നും ഇല്ല. പക്ഷെ ശിവൻകുട്ടി നൽകുന്നുണ്ട്. പക്ഷെ ആലപ്പുഴയുടെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജി സുധാകരൻ ചിലപ്പോൾ നേതൃത്വത്തിലേക്ക് ഉണ്ടായിരിക്കാം, ഈ പറയുന്ന പ്രചരണ പരിപാടികളൊക്കെ നയിക്കുന്നുണ്ടാവാം. അതേപോലെ സിറ്റിംഗ് MLA അല്ലെങ്കിൽ വീണ്ടും റെപ്പറ്റീഷൻ ആയിട്ട് ഇതിന് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം വീണ്ടും നിന്നിട്ടുണ്ടായിരുന്ന MLA-മാരുണ്ടായിരുന്നു. കായംകുളം സീറ്റിലുണ്ടായിരുന്ന പ്രതിഭ MLA ആയിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ആലപ്പുഴ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആവർത്തനപരമായിട്ട് പല MLA-മാരും നിന്നിട്ടുണ്ടായിരുന്നു. അരൂരുണ്ടായിരുന്നത് ദലീമ ജോജോ. അപ്പോൾ ഈ സ്ഥാനങ്ങളൊക്കെ വീണ്ടും പുതിയ അല്ലെങ്കിൽ MLA-മാരെ അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളാണോ നിൽക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്കൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ആലപ്പുഴ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത്രയും കോൺഫിഡൻസിന്റെ ആവശ്യമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ അഭിമുഖത്തിൽ നമ്മൾ കണ്ടൊരു പേരാണ് ആലപ്പുഴ എന്ന് പറയുന്ന പേര്. ആ പേര് രാജീവ് ചന്ദ്രശേഖർ വെറുതെ പറയില്ല. ഈ വോട്ടുകൾ BJP-ക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ടുകളല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് എന്താണോ സംഭവിച്ചത്, തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് വോട്ടുകളാണ് BJP-ക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ആലപ്പുഴയിൽ ഇവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ തന്നെയാണ്. CPM-ന്റെയും CPI-യുടെയും ഒക്കെ വോട്ടുകളാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് തല ഇലക്ഷനുകളിൽ ഈ പറയുന്ന ആകെ പ്രതീക്ഷയുള്ള ആ ഇലക്ഷനുകളിൽ പോലും CPM-ന് അടി പതറാൻ പോവുകയാണ്. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത്. അവിടെയൊന്നും ഇവര് നിൽക്കണ്ട, ഇവരൊക്കെ നിന്നാൽ മതി,
അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എനിക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അവർക്കത് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അതെ. അവർക്ക് എങ്ങനെയാണ് ഹർഷയെ തുറന്ന് സമ്മതിക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ വോട്ടുകളൊക്കെ BJP-യിലേക്കാണ് പോയത്, നോട്ട പോയെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരാകെ പറഞ്ഞൊരു കാര്യം ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ആ ഒരു വിഷമതയിൽ വോട്ടുകൾ കുറഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിലേക്ക് കിട്ടേണ്ട വോട്ടുകളൊന്നും അത്രയധികം വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടേഴ്സ് എത്തിയില്ല. ഇങ്ങനെയൊക്കെ മുടന്ത് ന്യായങ്ങൾ പറയുമ്പോഴും അവർ പറയാതെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വോട്ടുകൾ പോയത് എങ്ങോട്ടാണെന്ന് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കൂ ഗോവിന്ദൻ മാസ്റ്ററെ. പോയതെല്ലാം BJP-യിലേക്കാണ്. ആലപ്പുഴയിൽ അതേ സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ആലപ്പുഴയിൽ ഓരോ പഞ്ചായത്തുകളിലും BJP-യുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ വോട്ടുകൾ മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്.